Welcome to Cinema. ഇൻട്രോ പറഞ്ഞിട്ട് അവനങ്ങ് പോയി. ഇന്ന് ഞാൻ വീണ്ടും LHDയൊക്കെ അടുത്താണല്ലോ, ഞങ്ങൾ ടാറ്റ പോവാണല്ലോ. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ക്രിസ്റ്റൽ ഫോൾസ്. ആയിരുന്നു. എന്താ ഇതെന്തിനാ എന്തിനാ എന്തിനാ ഇത് വെക്കണോ വ്ളോഗില്? ഓ, ഇത് എന്തിനാണെന്നറിയോ? ഇപ്പം എനിക്കൊരു അടി തന്നായിരുന്നു അവൻ. അപ്പം അതിന് കോംപ്രമൈസിന് എനിക്ക് കൊണ്ട് തന്നതാ. അല്ലേടാ? അതാണ് കാര്യം. താങ്ക് യു, ഞാൻ ക്ഷമിച്ചു. അതിനെയും കൂടെ പഠിപ്പിക്കാതെ. ഇതിന്റെ പേരെന്തുവാ? ശംഭു. ശംഭു. ഞങ്ങളുടെ ശംഭു ആണിത്. ശംഭു ഹായ് പറ. ഹായ്. ശംഭു ഹായ് പറഞ്ഞു. ഒട്ടും സീസൺ വന്നു. ഒക്ടോബറിൽ പിശാചുക്കളൊക്കെ ഇറങ്ങുന്ന ഒരു ദിവസം ഉണ്ടല്ലോ. ഹാലോവീന് ഒക്ടോബർ 31 ഹാലോവീന് പിശാചുകൾ ഇറങ്ങുന്ന ഈ സെമിത്തേരിയിലാണ്. എന്താ പറഞ്ഞ? വ്ളോഗറിന്റെ കൂടെ നടക്കത്തില്ലെന്നോ? ശരി, എന്നാ കൂടെ നടക്കുമായിരുന്നെങ്കിൽ ഞാൻ എടുക്കത്തില്ല. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പരിചയപ്പെടേണ്ട ഒരു പുള്ളി ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന്. അതാണ് ഗ്ലോസിൻ അച്ഛൻ. ഗ്ലോസിൻ അച്ഛനാണ് ഇത്. ഓക്കെ, അപ്പം അച്ഛനെ ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വ്ളോഗ്സിൽ കാണുമായിരിക്കും. ഇനി ഒരാളിനെ കൂടെ പരിചയപ്പെടുത്താറുണ്ട്, കുഞ്ഞാപ്പു. പക്ഷെ കുഞ്ഞാപ്പുവിനെ ഇപ്പം കെട്ടിപ്പൂട്ടി വെച്ചേക്കാണ്. തുറന്നെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാണാൻ വന്നത് ക്രിസ്റ്റൽ ഫോൾസ് ആണ്. അതാണിത് ഇപ്പം ഇവിടെ കാണുന്നത്. ഇതാണ് ക്രിസ്റ്റൽ ഫോൾസ്. കണ്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ വന്നതെന്നറിയോ? എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നതും ഇതുപോലത്തെ ഒരു കാട്ടിലായിരുന്നു, നാട്ടിൽ. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതായിരുന്നു എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് സ്ഥലം ആര്യങ്കാവ് പോലെ. എലീജോ, ആ വെള്ളച്ചാട്ടം കണ്ടോ? അതിനകത്തുള്ള ബബിൾസ് കണ്ടോ? അതുകൊണ്ട് പേടിച്ചോ? പേടിച്ച് ഞങ്ങൾ കയറി ദേണ്ട കുറച്ചും കൂടെ മണ്ടയ്ക്കോട്ട് വന്നു. ഞാൻ ആ പാലമാണ് ഇവിടെ പകുതി. ഇപ്പം നമ്മുടെ വാട്ടർഫോൾ ഇങ്ങോട്ട് പോകുന്നു. ഹലോ, ഹാഫ് വേ ത്രൂ.
ഇതോ ചേച്ചി. ചേച്ചിയെ ചേച്ചി ചേച്ചിയെ 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 ചിരിച്ചേ. അവനോട് ചിരിക്കാൻ പറഞ്ഞ സൗണ്ട് ഒക്കെ ചിരിക്കട്ടെ, ഫോട്ടോയ്ക്കും ചിരിക്കത്തുള്ളൂ. ഇതുവഴി നമ്മൾ ഇറങ്ങി പോകുകയാണെങ്കിൽ ഇതിൻ്റെ മണ്ടക്കൂടെ അകത്തോട്ടൊരു സ്ഥലമുണ്ട്. അത് കയറിയാൽ നമ്മൾ നേരത്തെ കണ്ട ആ ബ്രിഡ്ജില്ലേ അതിൻ്റെ മണ്ടയ്ക്ക് എന്നിട്ട് നമുക്ക് താഴോട്ട് ഫോട്ടോ എടുക്കാം. പക്ഷെ അവിടെ വരെ കയറി പോകുന്നത് റിസ്ക് ആണ്, അതുകൊണ്ട് ഇപ്പം ഞാൻ പോകുന്നില്ല. നല്ല രസമുണ്ട് ഈ സ്ഥലമൊക്കെ കാണാൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നേ. അച്ഛനും ചേച്ചി നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് മടി. എനിക്ക് നാട്ടിലെ ഏതൊക്കെയൊക്കെയോ സ്ഥലം ഓർമ്മ വരുന്നു. എങ്ങനെയാ ഇത്ര സ്ഥലം എങ്ങനെ വെള്ളം തന്നെ? വെള്ളച്ചാട്ടം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? ആയിരുന്നോ? നാട്ടിലെ ഏതെങ്കിലും സ്ഥലം ഓർമ്മ വന്നോ മമ്മി? പാലരുവിയോ? പാലരുവി ഇതുപോലെയാ. നാട്ടിലെ ഏതൊക്കെയോ സ്ഥലം ഓർമ്മ വന്നു. ആ നമുക്കിവിടെ ബീച്ചസ് ഒക്കെ അങ്ങനെ വലിയതായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഫൺ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തവർക്ക് ട്രക്കിങ്ങിനും ഒക്കെ ഇവിടെ ഒരു കുഞ്ഞു സെറ്റപ്പിലൊക്കെ വരാനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമായത്. കൊള്ളാം, ഒരു നല്ല പീസ്ഫുൾ ആൻഡ് കാം ഏരിയ. ഗൈസ്, കുഞ്ഞാപ്പൂ ഉണർന്നു എന്നാ പറയുന്നത്. അപ്പോൾ കുഞ്ഞാപ്പൂനെ ഇപ്പോൾ പുറത്തോട്ട് എടുക്കും. കുഞ്ഞാപ്പൂനെ നമുക്ക് ആദ്യമായിട്ട് റിവീൽ ചെയ്യാം. നിങ്ങളുടെ കുഞ്ഞാപ്പൂ, ഹായ് കുഞ്ഞാപ്പൂ പറഞ്ഞേ, ഹായ് പറ. കുഞ്ഞാപ്പൂന്റെ പേര് അസറിയൽ എന്നാ. ഞങ്ങൾ വീട്ടിൽ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് കുഞ്ഞാപ്പൂ. കുഞ്ഞാപ്പൂ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പം ചിരിക്കാത്തത്. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ചിരിക്കും അല്ലേ കുഞ്ഞാപ്പൂവേ? നീ അത് കണ്ടോ? നാട്ടിലൊക്കെ കാണുന്ന ഒരു റെഡ് കളറിലെ കായ, ഇതിന്റെ പേരെനിക്കറിയത്തില്ല. അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യേ. നാട്ടിൽ ബേറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ബേർ വന്ന അച്ഛ എന്ത് ചെയ്യും? ഞാൻ ഫസ്റ്റ് ഓടും. അതെ, ഇട്ടിട്ടോടുന്ന്. അച്ഛ ഒരു ഭാര്യ, 2 മക്കള്, അമ്മായിയമ്മ, പിന്നെ ആരാ നാത്തൂനല്ല, എന്നെന്താ പറയുന്നത്? എന്നെ നാത്തൂനാണോ പറയുന്നത്? നാത്തൂനാ. ആ പക്ഷെ അരിയെന്നാ വിളിക്കുന്നേ. അങ്ങനല്ല, അതല്ല. അല്ലമ്മ, അപ്പൊ ഇപ്പൊ ഈ നാത്തൂൻ നാത്തൂൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, ചേച്ചിയുടെ നാത്തൂനാണ് ഞാൻ. എന്റെ അച്ഛന്റെ അപ്പൊ അനിയത്തിയല്ലേ ഞാൻ വരുന്നേ? അല്ല, എനിക്കറിയത്തില്ല. അച്ഛന്റെ നാത്തൂനാണ്. അപ്പൊ അച്ഛന്റെ അല്ല, എന്റെ അളിയനാണോ അച്ഛൻ? അതെ. താനാരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ഓക്കെ, ഐ ഡോണ്ട് നോ ഗൈസ്. എന്തായാലും നാത്തൂൻ, അളിയൻ എല്ലാരും ഉണ്ട്. എന്നിട്ട് ഇത്രയും പേരെ വഴിയിലാക്കിയിട്ടാണ് അച്ഛൻ ഓടുന്നത്. അയ്യോ, എലിജനെ എടുത്തോണ്ട് അച്ഛൻ ഓടും. അപ്പം ബാക്കി എല്ലാരും ഞങ്ങൾ ഒറ്റയ്ക്ക്. അപ്പൊ ചേച്ചി, വാട്ട് വിൽ യു ഡു? ചേച്ചി എന്ത് ചെയ്യുമെന്ന് പറ. ഞാൻ തിരിഞ്ഞൊരു കല്ലെടുക്കും, അല്ലെങ്കിൽ മറ്റേ കഥയിൽ പറയുന്ന പോലെ ചത്തോൽ അവിടെ കിടക്കും. പക്ഷെ ആ കഥ വേറെന്നറിയില്ലല്ലോ. ഞാനും കുഞ്ഞാപ്പും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കും. പിന്നെ ബാക്കി വരുന്നിടത്ത് വെച്ച് പിന്നെ ഞാനെങ്കിൽ വിചാരിക്കും കർത്താവ് ഞങ്ങൾക്ക് ഇത്ര തന്നിട്ട് പോകും. അല്ല കുഞ്ഞാപ്പൂ, കുഞ്ഞാപ്പൂ ഞങ്ങൾ കേട്ടിട്ട് ചിരിക്കുന്നു. കുഞ്ഞാപ്പൂ എന്ത് ചെയ്യും? കുഞ്ഞാപ്പൂ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു തരുമോ? എന്നെ കുറിച്ച് അവിടെ തല്ലി മറിക്കുന്നു. അമ്മമ്മ എന്ത് ചെയ്യുമെന്ന് പോയി അമ്മമ്മ എടുത്തെന്ന് ചോദിച്ചിട്ട് അമ്മയും അവാദം പറഞ്ഞു കൊടുത്തു. എന്താണ് ഞാൻ ഒന്ന് കേട്ടിട്ട് വരട്ടെ, ഒരു മിനിറ്റ്. കെട്ടിപ്പിടിച്ചവിടെ കിടക്കും. എന്തോ ഞാൻ എന്റെ 2 പെൺകുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ചവിടെ കിടക്കുമെന്ന്. അപ്പൊ അങ്ങനെയല്ല, വേറെ വന്നിട്ട് പറയും എനിക്ക് ആക്ടിങ് മതി, എനിക്ക് അങ്ങനെയല്ല ചേച്ചാ പറഞ്ഞത് കേട്ടോ. പോകുമ്പോൾ എല്ലാരും ഒന്നിച്ചു പോണം, ഞാൻ മാത്രം പോരുന്നത്. ഒരു തന്നെ രക്ഷപ്പെടുള്ളത്. അല്ല, അങ്ങോട്ട് പോവാം. ഹായ്, ഇതേ വേറൊരു സ്ഥലം.
ഇവിടെ ചൂണ്ട കൊണ്ടൊന്നും മീൻ കിട്ടുമോ? Yeah, have a good day, sir. Yeah, bye now. ചൂണ്ടയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ മീനെ കിട്ടുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാൽമൺ എല്ലാം ബ്രീഡ് ചെയ്യുന്ന സമയമാണ്. അപ്പം ഇവിടെ മറ്റേ വൈറ്റ് ഫിഷ് ഐലൻഡിലാ ഫുൾ സാൽമൺസ് നമുക്ക് ലാൻഡിനോട് ചേർന്ന് തന്നെ കിട്ടും. ഓ സാൽമൺസ് ബ്രീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള സംഭവമില്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കത്തില്ല. ഓ ഒറ്റ ലൈഫേ ഉള്ളൂ. അത് പ്രസവിക്കും. പ്രസവിക്കല്ല, മുട്ടയിടും. അതെ മുട്ടയാണോ പ്രസവിക്കാണോ? ഓ സാധനം പ്രസവിക്കുക. പ്രസവിച്ചിട്ട് ചത്തുപോകും. പാവം, എന്ത് ചെയ്യാനാ? എടാ നിനക്ക് ബമ്പി റോഡ് എന്താ ദേഷ്യം കടിച്ചു തീർക്കുവാണോ നീ? ഈ വളവിൽ ഫോട്ടോ എടുക്കാൻ ശരിയാ. ഇവിടെ ഓട്ടം സീസൺ ആയതുകൊണ്ട് എല്ലാ ലീവ്സും നല്ല കളർഫുൾ ആയിട്ടിരിക്കാം. നമുക്ക് സംസാരിച്ചാലോ? സംസാരിക്കാം. എന്തുകൊണ്ട് വിശേഷം? സുഖാണോ? ഇഷ്ടായോ? ഇഷ്ടായോ സ്ഥലമൊക്കെ? ആണോ? എനിക്കറിയാം. വീട്ടിൽ പോണോ? വീട്ടിൽ പോവാം. ഉറക്കം വരുന്നുണ്ടോ? വീട്ടിൽ പോകണ്ട കണ്ടോ. വീട്ടിൽ പോകുന്ന കാര്യം പറയുമ്പം അവന് മൂഡ് ഓഫ് ആയി. അതുകൊണ്ട് ഇവിടെ പട്ടിക്കുട്ടിയുണ്ട്. അയ്യോ നമ്മുടെ പട്ടി. എൻ്റെ അമ്മേ, എടാ പട്ടി വന്ന് നീ എടുത്തോണ്ട് പോയാൽ നീ എന്തോ ചെയ്യും? ഒന്നും ചെയ്തില്ലേ? ഇങ്ങനെ കിടക്കൂ? ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. പട്ടീനെ എന്തോ ചെയ്യും? പട്ടീനെ അടിക്കുവോ? അത് കൊള്ളാം. എന്തുകൊണ്ട് കാലൊക്കെ ഇട്ട് തൊഴിച്ചൊക്കെ കാണിച്ച് സംസാരിക്കുന്നവൻ എന്തോ ചെയ്യും? അങ്ങനെ തൊഴിക്കുവോ പട്ടീനെ? വേണ്ട, അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നത് കൊണ്ടോ എന്തൊക്കെ പ്രാന്തത്തിരൊന്നും നോക്കിയാണ്. സൂപ്പർ. ബിഹൈൻഡ് ദ സീനാ. വരുന്നതിന്റെ വേറെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഒരു റിവർ സൈഡിലോട്ടാണ്. അപ്പോൾ ഈ ബാങ്കിൽ മാക്സിമം ഈ സൺസെറ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് സൺസെറ്റ് കാണാൻ വേണ്ടി ഇരിക്കുന്നത്. എന്താ ഈ ഫോട്ടോഷൂട്ട്സ് ഒക്കെ അല്ലേ, പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ്, അല്ലെ മെറ്റേണിറ്റി, എല്ലാ ഷൂട്ടും മാക്സിമം കുറേയൊക്കെ പെർസെൻറ്റേജ് ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ചേച്ചിയുടെ ഫോട്ടോഷൂട്ട് ഇവിടെ ആയിരുന്നോ? മെറ്റേണിറ്റി ഫോട്ടോ അല്ല, ഞങ്ങൾ ഗ്രോസ് ക്യാപ്പ്. അത് ഗ്രോസ് ക്യാപ്പ് ആയിരുന്നു. ഇത് ഞങ്ങൾ വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, നമുക്ക് കാണാം. കാണാം. അതുകൊണ്ട് പിള്ളേർ കളിക്കുന്ന സ്ഥലത്ത് അതുകൊണ്ട് കോച്ചിന് ഏറി കയറ്റുന്നു. കിടന്ന് കരയുക മതിന്ന്. അയ്യോ പന്നിയാണോ? എന്തത്? പട്ടിയായിരുന്നു. കുഞ്ഞാമ്പി എവിടെയാ വന്നേ? ആരാ അമ്മമ്മയുടെ പൊന്നാമ്പി? ഒരു വണ്ടി ഇറങ്ങി പോയതാ. അത് വണ്ടി അങ്ങനെ ചുമ്മാ അല്ലാതെ കഴുകാതൊക്കെ കൊണ്ടു നടക്കണം. അമ്മമ്മയുടെ പൊന്നാമ്പു എവിടെ വന്നേ? എവിടെ വന്നേ? കളിച്ചണോ? ഊഞ്ഞാലാടണോ? ഊഞ്ഞാലാടണോ? ഹായ് ഹായ്. ഊഞ്ഞാൽ അപ്പം കഴിഞ്ഞു. ഇനി അമ്മയാം. അവന് മനസ്സിലായി നീ ഇത്ര ഉള്ളെന്ന്. ഇത്രയും നേരം എലൈജ അവൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ കളിച്ചപ്പം അവന് ബുദ്ധിമുട്ടുകൾ പലതുണ്ടായിരുന്നു. ഇപ്പോൾ സെയിം ഹൈറ്റും സെയിം വെയിറ്റും ഒക്കെ ഉള്ള ഒരാളുമായിട്ട് അവൻ കളിച്ചോണ്ടിരിക്കുക. പറഞ്ഞ ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥലമില്ലേ, അതിതാ. ശരിയാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കുറച്ചുകൂടെ സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. ഇതോ എന്നെ കളിക്കാൻ വിളിക്കുന്നവൻ. വരുന്നത് കണ്ടോ. അവിടെ ഇരുന്ന ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. കണ്ടോ, ചൂണ്ടയിടുന്നു. ഇവിടെ എല്ലാം കിട്ടും. എന്തുവാ ഇതെന്നാ സാധനം എന്നോട് നോക്കട്ടെ. ഇതെന്നാ
കോണാണോ? ഇപ്പൊ നോക്കട്ടെ. ഇത് ഓനിയൻ ആണോ? അല്ല, ഇത് കോണ. ഈ കാണുന്നത് കോണിന്റെ കോൺ. ആ, ഇതെന്തോ ഓമയ്ക്കയല്ല, ഇത് ഓമയ്ക്കയുടെയും മത്തങ്ങയുടെയും ക്രോസ് ബ്രീഡാവും. അവള് എനിക്കടുത്ത യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് തരിക. ആ പട്ടിയുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അവിടെ 2 പട്ടികൾ അതിലേക്കൂടെ നടന്നു വരുന്നു. എന്താണെന്നറിയില്ല. എന്നെ ഇവിടെ പുച്ഛിച്ച് ഇതിന്റെ മണ്ടയ്ക്ക് കയറാനായിട്ടൊക്കെ ഈസി ആയിട്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ദാണ്ട ചേച്ചി അവിടെ കയറാൻ പറ്റാൻ നിൽക്കുന്നു. എന്നാ കയറ്. ആ, പ്രൂഫ്. കയറ് കയറ് കയറ്. ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് കയറത്തില്ലെന്ന് പറഞ്ഞു. കയറ് കയറ്, ഞാൻ കയറ്. ആ, നിന്നെ ഞാൻ ഇറക്കി വിടാം. 1 മിനിറ്റ്. നിന്റെ അമ്മ ഒന്ന് കയറട്ടെ. ആ, ഇനി ആട്. ഞാൻ പറഞ്ഞ പറ്റത്തില്ലെന്ന്. അതിനല്ലേ ഞാൻ അച്ചാച്ചനെ വിളിച്ചേ. ഈ ഊഞ്ഞാലിന് നിങ്ങൾ എന്താ പറയുന്നേ? ഞാൻ ഇതിനെ കുഞ്ഞിലെ ഷഡ്ഡി ഊഞ്ഞാൽ എന്നാ പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഇതിനെ ഞാൻ സത്യമായിട്ട് ഷഡ്ഡി ഊഞ്ഞാൽ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. എന്തുകൊണ്ട് എന്ത് വരുന്നത്? ആ, ആദ്യത്തെ തള നല്ല രസാ. 5-ാമത്തെ 6-ാമത്തെ ആവട്ടെ. ഭാര്യ വേണോ? കഴിഞ്ഞോ? ഇത് എന്റെ ആയത്തിന്റെ അത്രയൊന്നും ഇല്ല. ഉണ്ടോ? ചേച്ചി കരച്ചിലൊക്കെ അകത്ത് ഉള്ളി കടിച്ചു പിടിച്ചേക്കുവാ. ഡേ, നിനക്ക് ഇറങ്ങണ്ടേ? ഇറങ്ങിങ്ങോട്ട്. മമ്മി മമ്മി നമുക്ക് കുഞ്ഞാലാടാം. ചുമ്മാ ഇപ്പൊ കുഞ്ഞാപ്പൂന്റെ പേരും പറഞ്ഞോണ്ട് ഇവിടെ ഇരിക്കുന്നതാ. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു 4 കാലൊക്കെ ചാടുന്നത്. കുഞ്ഞാപ്പൂ നിനച്ച് വേണോ? ഊഞ്ഞാലാടാൻ വരുന്നോ? കുഞ്ഞാപ്പൂ ഇപ്പൊ ഫുഡാ അത്രേ ഉള്ളൂ. അവിടെ ലജി അവിടുന്ന് വെള്ളത്തിൽ ചാടരുത്, വെള്ളത്തിൽ ചാടി ഉടുപ്പെല്ലാം നനയും എന്നൊക്കെ പറഞ്ഞിട്ട് വാണിംഗ് തന്നു വിട്ടതുകൊണ്ട് ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നില്ല. എൻ്റെ കരയിൽ നിന്നിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഞാൻ വെള്ളത്തിൽ ചാടിയില്ല. ഞാൻ ചാടിയില്ല. അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മോണിറ്ററിങ്ങിന് വന്നതാ ഇടയ്ക്ക്. കണ്ടോ ഇങ്ങനെ ഇവിടുത്തെ വെള്ളം. വലിയ ആഴമൊന്നുമില്ല, ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷെ എനിക്ക് വേറെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങിയില്ല. കമോൺ പോവാം. ഇവിടെ കൊതു കടിക്കും. പോവാം എന്ന് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് പോവാം. കമോൺ ഗൈസ്, പാക്ക് യുവർ ബാഗ്സ്. എടാ, താൻ എന്തിനു വന്നതാടോ? പാല് കുടിക്കാൻ വന്നതാണോ ഇവിടെ? ഞാൻ എന്തോ ചെയ്യണമെന്ന് ചോദിക്കും. ഇവിടേക്ക് ഇറങ്ങി ഓടി നടന്നു ഓടിയത് എനിക്ക് കുറച്ചാളും കൂടെ. അയ്യോ, ഏതാണ്ട് എന്നെ പറഞ്ഞു ഇപ്പൊ.
ഇപ്പൊ വീട്ടിൽ കൊണ്ടുവിടും. എല്ലാവരോടും ബൈ 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 ബൈ. അലീസ ബൈ ബൈ. എല്ലാവരും ബൈ ബൈ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഒന്ന് ഡ്രസ്സ് മാറി വീട്ടിലെ ഡ്രസ്സ് ഇട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കിന് മിനി ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐരൻ ബാ നമുക്ക് ഫുഡ് ബേസിക്സ് പോകാമെന്ന് പറഞ്ഞു. ചേച്ചി ജോലി കഴിഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഫുഡ് ബേസിക്സ് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 8:30 ആയതേ ഉള്ളൂ. ഇപ്പോഴാണ് ശരിക്കും സൺസെറ്റ് വന്നത്. അതുകൊണ്ട് ഒരു ചെറിയ ഇരുട്ടുള്ളത്. ഇവിടെ രാത്രി 8 മണി കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ സൺസെറ്റ് വരുന്നത്. കാരണം സമ്മർ സീസൺ മുതൽ അങ്ങനെ ലേറ്റ് ആയിട്ടായിരിക്കും സൺസെറ്റും ഏർലി സൺറൈസും ആയിരിക്കും. പക്ഷേ വിൻ്ററിൽ നേരെ ഓപ്പോസിറ്റാണ്. ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും സൺറൈസും ഭയങ്കര നേരത്തെ ആയിരിക്കും സൺസെറ്റും. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുട്ടാകും. ഇവിടെ ഇപ്പം 8 മണിയൊക്കെ ആയിട്ടേ ഇരുട്ടാകത്തുള്ളൂ. ഇപ്പം 8:30 അപ്പം ഞാൻ പെരിയ നടന്ന് ഞങ്ങൾക്ക് അവിടെ ഇച്ചിരി അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ബസ് കിട്ടും. ആ ബസ് കയറി നേരെ ഞങ്ങൾ ഫുഡ് ബേസിക്സ് എന്ന് പറയുന്ന കടയിൽ ചെന്നിട്ടാണ് ഗ്രോസറീസ് വീട്ടിലേക്കുള്ള പച്ചക്കറിയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിക്കുന്നത്. ഇതാണ് ഫുഡ് ബേസിക്സ്. മിനി ചേച്ചിനെ എനിക്ക് വഴിക്ക് വെച്ച് കിട്ടി. ലേസ് കിട്ടുന്നു. എണ്ണിച്ച് വാ, ചില ആൾക്കാർ പൈസ എറിഞ്ഞു തരും. നമുക്ക് ഫുഡ് ബേസിക്സ് കാണാം. ഇവിടെ ട്രോളീസിൽ ചേച്ചിക്ക് ട്രോളി എടുത്താലോ? കാരണം ഇവിടെ നമ്മൾ കോയിൻസ് ഇട്ടാലേ നമുക്ക് ട്രോളി അൺലോക്ക് ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരെണ്ണം പുറത്ത് ഓൾറെഡി കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. ബാഗുകളിൽ ഇതിനകത്തിടാം. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. ഹായ്, ഹാലോവിൻ വരുന്നത് കൊണ്ടാണ് മൊത്തം പംകിൻ്റെ കളക്ഷൻസ് വന്നു. കുഞ്ഞു കുഞ്ഞു പംകിൻസ്, ബേബി പംകിൻസാണ്. ദിസ് ഈസ് ഫുഡ് ബേസിക്സ്. കണ്ടോ, കട്ടായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസ്, വെജീസിൻ്റെ സെക്ഷനാണ്. ലീഫ് വെജിറ്റബിൾസ് യൂസ്വലി. ഇവിടെ എല്ലാം ബെറീസും സാധനങ്ങളൊക്കെയാണ്. ഗ്രേപ്സ്, പിന്നെ കുറച്ച് ഫ്രഷ് ജ്യൂസ്. കട അടുത്ത ഹാഫ് ആൻ അവറിൽ ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നുള്ള ഷോപ്പിംഗ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകാം. ഇത് കണ്ടോ, പീച്ചസ്. എനിക്ക് ശരിക്കും ഇഷ്ടമല്ലാത്തൊരു ഫ്രൂട്ടായിരുന്നു ഈ പീച്ച് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് കാനഡയിൽ വന്നതിന് ശേഷം പീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രേപ്സ്, ഇത് ഗ്രീൻ ഗ്രേപ്സ്, ഇത് റെഡ് ഗ്രേപ്സ്, അവക്കാഡോ, എനിക്ക് അവക്കാഡോ ഇഷ്ടമല്ല ആക്ച്വലി. എനിക്ക് സാൻഡ്വിച്ചിൻ്റെ കൂടെ എനിക്ക് അവക്കാഡോ ഇഷ്ടം, അല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ല. ടൊമാറ്റോസ്, പ്ലം ഫെയർ. ഇവരെല്ലാം ക്ലോസിങ് ഞാൻ തോന്നുന്നു, എല്ലാം എടുത്ത് വെക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് സാധനങ്ങൾ മേടിക്കട്ടെ. ആപ്പിൾസിൻ്റെ ഒരു സെക്ഷൻ ഒന്നുകൂടെ. ആപ്പിൾസ് ആണോ ചേച്ചി? ആപ്പിൾസ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ നമ്മൾ കുഞ്ഞിലെ ഒരു സ്റ്റോറി പഠിച്ചിട്ടില്ലേ, ഗോൾഡൻ എഗ്സ് ഇടുന്ന ഡക്കിൻ്റെ കഥ, അതായിരിക്കും എന്ന് വിചാരിച്ചു. ഗോൾഡൻ എഗ്സ് ആണ്. പക്ഷെ അല്ല, ഇത് ബേക്കിംഗ് പൊട്ടേറ്റോസ്. പൊട്ടേറ്റോ പൊഴിഞ്ഞ് വെച്ച് ഡെക്കറേഷനിൽ വെച്ചേക്കുക. ഓറഞ്ച് അല്ലല്ലോ, ഇത് ഓറഞ്ചാണ്. ഇവിടെ ഒരു ക്ഷാമോ ഇല്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ് പൊട്ടേറ്റോ. ചാക്ക് കണക്കിനാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇവിടെ എല്ലാം മീറ്റിൻ്റെ സെക്ഷൻ. എല്ലാ ടൈപ്പും മീറ്റ് കിട്ടും. പോർക്കും ഗ്രൗണ്ടഡ് മീറ്റും അങ്ങനെയെല്ലാം. ഇതുണ്ട് പംകിൻസ്. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് ഫിഷ് കിട്ടുന്നത്. സ്ക്വിഡും പിന്നെ ഈ ബാസ എന്ന് പറയുന്ന ഈ ഫിഷ് ഉണ്ട്. ഇതൊക്കെയാണ് കൂടുതലും കിട്ടുന്നത്. പിന്നെ പ്രോൺസ് ഒക്കെയാണ് കിട്ടുന്നത്. അല്ലാതെ അങ്ങനെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ഇവിടെ കിട്ടില്ല. ഇതെന്ത് മീനാന്ന് നോക്കട്ടെ, ഇതിൻ്റെ പേരെന്തോന്നും എനിക്കറിയത്തില്ല. തിലാപ്പിയ, നാട്ടിലെ സിലോപ്പിയ. ഇതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ള. മിഷൻ സക്സസ് ഗൈസ്. ഞങ്ങളിത് സ്റ്റോറിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ, അയ്യോ അകത്ത് വേട്ടോ, അവിടുന്ന് പോവാം. അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഇറങ്ങി
ഇനിയും അടുത്ത ബസ് എടുക്കാനായിട്ട് പോവുകയാണ്. ഇത്ര സാധനങ്ങൾ മേടിച്ചുള്ളൂ, പക്ഷെ ഒത്തിരി സാധനങ്ങൾ മേടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മണ്ണ് ഇച്ചിരി ഉള്ള പോലെ. പിന്നെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അറിയാം എന്തൊക്കെ മേടിച്ചില്ല എന്ന്. ഇനി ബസ്സിന് എപ്പോഴാണ് അറിയത്തില്ല, നോക്കണം. പക്ഷെ ചെറിയൊരു പ്രശ്നം, 9 മണിയായി രാത്രിയിൽ. ഇപ്പം നമുക്കിനി ബസ്സില്ല വീട്ടിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ടു ദ റെസ്ക്യൂ. നമ്മൾ ആരെ വിളിച്ചു? ഷോൺ എന്ന ചേച്ചി പറഞ്ഞ്. ഷോണ ചേച്ചി, ഞങ്ങളുടെ ചർച്ചിലത്തെ അച്ഛനാണ് ഷോണ ചേച്ചൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് അച്ഛനെ വിളിക്കുന്നത്. ചേച്ചിയുടെ ബ്രദർ ബ്രദർ. അപ്പോൾ അച്ഛൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ്സ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ രാത്രി 9 മണിയായി. ഇനി ഞങ്ങൾ ചെല്ലുക, ഫുഡ് ഉണ്ടാക്കുക. ജോലി കഴിഞ്ഞിട്ട് വന്നേക്കൂടെ നടക്കാൻ പോലും വയ്യ. എങ്ങനെ നിൽക്കാൻ നീനത്തെ ഉള്ളൂന്നൊക്കെ ചോദിക്കുന്നു. നല്ലതായിരിക്കുമല്ലോ, നല്ല സുഖമല്ലേ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നീ വീട്ടിൽ ചെല്ലുക, കഴിക്കുക, കിടന്നുറങ്ങുക. കഴിക്കണമെങ്കിൽ നമ്മൾ ഫുഡ് ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ ഈ മേടിച്ച സാധനങ്ങളെല്ലാം നീ നമ്മളൊന്ന് എല്ലാ ഫ്രിഡ്ജിലൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുമല്ലോ എന്നെ കമൻറ്റ്സിൽ അറിയിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും, ലൈക്ക് നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്സ് വീഡിയോസൊക്കെയാണ് ഇനി വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ എന്നെ കമൻറ്റ്സിലൂടെ അല്ലെങ്കിൽ എന്നെ പേഴ്സണൽ മെസ്സേജൊക്കെ അയച്ച് നിങ്ങൾ അറിയിക്കുമായിരിക്കും. എനിക്ക് അങ്ങനത്തെ കുറച്ച് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് മീ. ആൻഡ് അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും നാളെ ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. ബൈ. അവള് വെള്ളത്തിൽ ചാടാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വീക്ഷണത്തിലാണ്. അവൻ തലയാട്ടുന്നുണ്ടോ? അവക്ക് പണി കിട്ടി. വെള്ളത്തിൽ ചാടുന്നില്ലെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ ചാടും. ഇങ്ങനെ ഫോൺ ഓണാക്കി വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ആർക്കെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തോ എന്നും പറഞ്ഞ് വീഡിയോ എടുത്തോണ്ട് അവളുടെ ഉദ്ദേശം ഞങ്ങൾ എടുക്കണേ എന്ന് നേരെ പറയാൻ വയ്യാത്തോണ്ട് അവൾ അങ്ങനെ വെച്ചിട്ട് പോയി. ഇത് കണ്ടോ, ഒരു ഊഞ്ഞാലെ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ നിൽക്കുന്നതാണ്.